ദേവികുളത്തെ CPM മുൻ MLA S രാജേന്ദ്രൻ ഇന്ന് BJPയിൽ ചേർന്നു. മാരാർജി ഭവനിൽ നേരിട്ടെത്തി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. ഉപാധികളില്ലാതെയാണ് BJPയിൽ ചേർന്നത് എന്ന് രാജേന്ദ്രൻ പറഞ്ഞു. ഇത്തവണ വിസ്മയം BJPക്കാണ്. മുൻ MLA ആയിഷ പോറ്റി കോൺഗ്രസിലേക്കാണെങ്കിൽ ഇതാ മറ്റൊരു CPM MLA താമരക്കുമ്പിളിലേക്ക്. തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ദേവികുളത്തെ മുൻ MLA S രാജേന്ദ്രൻ അംഗത്വമെടുത്തു. നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നാട്ടിൽ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. മൂന്നാറാണോ ഇടുക്കിയാണോ എത്ര സ്ഥലത്ത് ഇന്നും ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ജീവിക്കുന്നു. അതെല്ലാം ഞങ്ങൾ പരിഹരിക്കും. അത് സംരക്ഷിക്കാൻ, അവരെല്ലാം സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2006, 2011, 2016 എന്നീ കാലയളവിൽ CPMന്റെ MLA ആയ S രാജേന്ദ്രൻ ഈ മാസം ആദ്യം രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരു മാസത്തിനകം തീരുമാനമെടുക്കുമെന്ന് അന്ന് അറിയിച്ചിരുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചില്ലെന്നും BJPയിൽ ചേരുന്നതിന് മറ്റു പ്രത്യേക നിബന്ധനകൾ വച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ പറയുന്നു. ഒരു ഉറപ്പുമില്ല, ഒരു കണ്ടീഷനും ഇല്ല, ഒരു ആവശ്യവുമില്ല. വ്യക്തിപരമായി നേട്ടവും താല്പര്യവും ഇല്ല, ഒറ്റപ്പെട്ട തീരുമാനവും ഇല്ല. ഒരു കൂട്ടായ്മയുടെ ഭാഗം, അത്രയേ ഉള്ളൂ. 3 വർഷമായി S രാജേന്ദ്രൻ BJPയിൽ ചേരുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു. നേരത്തെ ഡൽഹിയിലെത്തി BJP ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ചയും നടത്തിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് LDF സ്ഥാനാർത്ഥി രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചുവെന്ന പരാതി പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു. ഇതിനു പിന്നാലെ പാർട്ടി അന്വേഷണത്തിൽ ഇത് ശരിയാണെന്നും കണ്ടെത്തി രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് തിരികെ എത്തിക്കാൻ പലതവണ നേതാക്കൾ ശ്രമിച്ചെങ്കിലും S രാജേന്ദ്രൻ വഴങ്ങിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതു സഹയാത്രികൻ റജി ലൂക്കോസിന് പിന്നാലെ മറ്റൊരാളെ കൂടി ഇടതുപാളയത്തിൽ നിന്ന് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് BJPക്ക്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.